മനു, നിർണായകമായ ന്യായ് യാത്ര, രാഹുലിന്റെ രണ്ടാം ഭാരത് ജോഡോ യാത്ര 4 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരുപക്ഷെ ഈ യാത്രയിൽ രാഹുൽ ഉൾപ്പെടുമ്പോൾ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെടുക. ഇതിന്റെ ഒരു പ്രാധാന്യം എന്താണ്? ഈ 4 ദിവസത്തിനുള്ളിൽ ഈ യാത്ര സൃഷ്ടിച്ചിട്ടുള്ള ചലനങ്ങൾ എന്തൊക്കെയാണ്? ഈ BJP രാജ്യവ്യാപകമായി അമൃത് കാൽ ആഘോഷം നടത്തുകയാണ്. അതിനിടയിലാണ് ഒരു പ്രതിരോധം എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അന്യായ് കാൽ എന്ന ഒരു പരാതി ഉന്നയിച്ചുകൊണ്ട് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ യാത്ര നടത്തുന്നത്. ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടു തന്നെയാണ് എന്ന് എല്ലാവർക്കും വ്യക്തമാണ്. കാരണം ഈ BJPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചു കാലങ്ങളിലേക്ക് അവർ സർക്കാരിൻ്റെ ഏറ്റവും ഒടുവിലെ പദ്ധതി പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും, ഉദ്ഘാടനങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം സർക്കാർ പരിപാടി എന്ന നിലയിൽ വലിയ തോതിൽ ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ BJP ശ്രമിക്കുമ്പോൾ കോൺഗ്രസിന് ഒരു ബദൽ എന്ന രീതിയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 2, രാഹുൽ ഗാന്ധി പ്രതിപക്ഷത്തിൻ്റെ മുഖം എന്ന തരത്തിൽ അവതരിപ്പിക്കുക, മാധ്യമങ്ങളിൽ അങ്ങനെ രാഹുൽ ഗാന്ധി നിറഞ്ഞു നിൽക്കുക എന്ന ഒരു രീതി കൂടി ഇതിന് വരുന്നു. മൂന്നാമത്തെ ഒരു കാര്യം, ഇനിയിപ്പോൾ ഇത് കഴിയുമ്പോൾ ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മാണവും അതിൻ്റെ അവസാന അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനവും പ്രാൺപ്രതിഷ്ഠയും ഒക്കെ ആണ് ചർച്ചാ വിഷയമായി നിൽക്കുന്നത്. അപ്പോൾ 22ഓടുകൂടി ആ വിഷയങ്ങളിൽ ഏറെക്കുറെ ഒരു ചർച്ച അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ ബജറ്റിലേക്ക് കടക്കും. അപ്പോൾ വലിയ ഒരു ചർച്ച എന്ന നിലയിൽ ബഡ്ജറ്റും ഒക്കെ ഈ കേന്ദ്ര ധനമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും ഒക്കെ ശ്രദ്ധ കിട്ടുന്ന ഒരു കാര്യമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടത്തിൽ ഈ ഭാരത് ജോഡോ യാത്ര കൊണ്ട് അല്ലെങ്കിൽ ഭാരത് ജോഡോ യാത്രയുടെ ഭാഗമായി വിമർശനങ്ങൾ ഉന്നയിക്കാനും ഒക്കെ രാഹുൽ ഗാന്ധിക്ക് കഴിയും. മാത്രമല്ല ഈ 5 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 3ഇടത്തുണ്ടായ വലിയ പരാജയത്തിൽ നിന്നും ഒരു ആത്മവിശ്വാസം പ്രവർത്തകർക്ക് വർദ്ധിപ്പിക്കേണ്ടതിൻ്റെ ഒരു വലിയ ആവശ്യകത കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരാജയത്തിൻ്റെ നിരാശ മാറ്റിവെക്കുക, അവരുടെ മനോവീര്യം വീണ്ടെടുക്കുക എന്നത് ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ മണിപ്പൂർ ഏറെക്കുറെ ചർച്ചകളിൽ നിന്ന് മാറിപ്പോകാതെ വീണ്ടും അതിനെ ഒരു ദേശീയ രാഷ്ട്രീയത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി നിലനിർത്തുക, അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ആശയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആസൂത്രണം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഇന്ത്യ അലയൻസ് എന്ന് നമ്മൾ പറയുന്ന ഈ ഇന്ത്യ മുന്നണിയെ കൂടുതൽ ദൃഢമാക്കാനും അതിലേക്ക് ഇതിൻ്റെ ഒരു കോമൺ പ്രോഗ്രാം എന്ന നിലയിലേക്ക് കോൺഗ്രസ് അതിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുന്ന തരത്തിൽ കാര്യങ്ങളെ എത്തിക്കാനും ഒക്കെ ഈ സമയം വളരെ പ്രധാനപ്പെട്ടതല്ലേ മനു? നമുക്കറിയാം, ഇന്ത്യ മുന്നണിയിൽ അതിന്റെ നേതൃത്വത്തെ ചൊല്ലി, സ്ഥാനമാനങ്ങളെ ചൊല്ലി അസ്വാരസ്യങ്ങൾ തുടങ്ങുന്ന സമയത്താണ് ഈ ഭാരത് ജോഡോ യാത്രയും ആരംഭിക്കുന്നത്. അപ്പോൾ അതിന്റെ നേതൃസ്ഥാനത്ത് ആര് എന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമായിരിക്കുന്നു. ആരായിരിക്കും ഈ മുന്നണിയെ നയിക്കുക എന്ന ചോദ്യം പ്രസക്തമായിരിക്കുന്നു. രാഹുലിന് സ്വയം തന്റെ ശക്തി തെളിയിക്കാനുള്ള ഒരു അവസരം കൂടിയാണോ ഈ യാത്ര? അത് നമുക്ക് ഇപ്പോൾ 1ാം ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി കുറെ കൂടി മെച്ചുവേർഡായ ഒരു പൊളിറ്റീഷ്യനായി, കുറെ കൂടി ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവായി എന്ന് പല കോണുകളിൽ നിന്നും പിന്നെ കേന്ദ്രങ്ങളിൽ നിന്നുമൊക്കെ നിരീക്ഷണം ഉണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഒരു പരിഹാസത്തിന് വിധേയനായിട്ടുള്ള രാഹുൽ ഗാന്ധി ആ യാത്രയോടുകൂടി വലിയ മാറ്റം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപാട് ഘട്ടങ്ങളിൽ നമുക്ക് ഇത്തരം യാത്രകൾ കാണാൻ കഴിയും. അത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഒരു വളരെ അടുത്ത ഒരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര തൊട്ട് അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടായിട്ടുള്ള നിരവധി യാത്രകൾ, അദ്ദേഹം തന്നെ ഈ ഗാന്ധിജി തന്നെ രാജ്യവ്യാപകമായ യാത്രകൾ നടത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ ചന്ദ്രശേഖരൻ്റെ 83-ലെ ഭാരത് യാത്ര വരെയുള്ള നീണ്ടുകിടക്കുന്ന യാത്രകളുടെ ഒരു വലിയ പരമ്പര തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ കുറേ കൂടി ഗ്രാമങ്ങളിൽ എത്താനും അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒരു 1-to-1 ഇൻട്രാക്ഷൻ എന്ന തരത്തിൽ ആളുകളിലേക്ക് നേരിട്ട് ബന്ധപ്പെടാനും നേതാക്കളെ കാണാനും അവരുടെ ആത്മവിശ്വാസവും മനോവീര്യവും ഒക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ ഇത് സഹായകരമാകും എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യം. അപ്പോൾ ഇതിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ എല്ലാ ദിവസവും രാഷ്ട്രീയ കോണുകളിൽ ചർച്ചയാകുന്നു, അണികൾക്കിടയിൽ അത് ആവേശമാകുന്നു. അങ്ങനെയൊക്കെ ഉള്ളൊരു നേട്ടം കോൺഗ്രസിനെ ഉണ്ടാക്കും. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് ഇനിയിപ്പോൾ ചർച്ചകൾ സീറ്റുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചർച്ചകളൊക്കെ വരുന്നു. തുടർന്ന് ഇന്ത്യ മുന്നണിയുടെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഏതെങ്കിലും ഘട്ടത്തിൽ മാറി നിൽക്കേണ്ടി വരുമ്പോൾ പ്രിയങ്ക ഗാന്ധി യാത്രയെ കുറെ കൂടി ശക്തമായി മുന്നോട്ട് നയിക്കും എന്നൊക്കെയുള്ള ഒരു പൊതുധാരണ നേരത്തെ തന്നെ ഉണ്ട്. തീർച്ചയായും. എന്തായാലും 1ാം ഭാരത്